ഇനി നമ്മൾ നല്ലൊരു ചതമുളക് കപ്പ ഉണ്ടാക്കുന്ന കേട്ടോ. 4 മണിക്ക് ഈവനിങ് സ്നാക്സ് ആയിട്ടൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്സാണിത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. നമുക്ക് ഈ കപ്പ ആദ്യം ഒന്ന് കൊത്തി എടുക്കണം, നുറുക്കി എടുക്കണം. കപ്പ ഇവിടെ നുറുക്കി റെഡിയാക്കിക്കൊണ്ട് വെച്ചിട്ടുണ്ട്. ഇതാ നമ്മുടെ കപ്പ ഇവിടെ തിളച്ച് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഈ കപ്പയൊന്ന് ഊറ്റിയെടുക്കണം. അധികം വെന്ത് പോയാൽ കൊള്ളൂല, അപ്പോൾ അത് അധികം വേകാതെ എടുക്കണം. ഇതാ നമ്മുടെ കപ്പ ഇവിടെ വേവിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, അധികം വെന്തിട്ടില്ല, പെറുക്കി പെറുക്കി കഴിക്കാൻ പരുവത്തിനാണ്. അപ്പോൾ നമ്മൾ ഇത് കപ്പ റെഡിയാക്കി വെച്ചേക്കുക. നമ്മൾ മുളക് കപ്പയ്ക്ക് വേണ്ട ചട്ടി വെച്ചിട്ട് ഇതാ ഉള്ളി ചതച്ചിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് നെയ്യാട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നെയ്യും ആഡ് ചെയ്ത് കൊടുക്കുവാണ്. നെയ്യിൽ വേണം ഈ ഉള്ളി മൂപ്പിച്ചെടുക്കാൻ. ഇതാ നമ്മുടെ ഉള്ളി ചതച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഇച്ചിരി മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുവാണ്. കൂടെ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ചതമുളകില്ലേ അത് വേണ്ടത് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുള്ളൂ. ഇതാ നമ്മുടെ ചതമുളക് ഇവിടെ കറക്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ അതിനുള്ളിലേക്ക് കപ്പ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് ശരിക്കും ഇത് നന്നായിട്ടൊന്ന് ആഡ് ചെയ്ത് കറക്റ്റാക്കി എടുക്കണം. ഇതാ അങ്ങനെ നമ്മുടെ ചതച്ച മുളകിട്ട് നെയ്ക്കപ്പ, നെയ്യിലാണ് നമ്മൾ മുളക് വഴറ്റിയത്. അതിനുശേഷം നമ്മൾ കപ്പ ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ നമ്മൾ ചതച്ച മുളകിട്ട നെയ്ക്കപ്പ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്. ആ നെയ്യുടെ സ്വാദും പാകത്തിനുള്ള ഉപ്പും എല്ലാം കൂടെ കൊണ്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഈവനിങ് സ്നാക്സൊക്കെ ആയിട്ട് ഇതും കൊഴുവ വറുത്തും ഒക്കെ ആയിട്ട് മക്കൾക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. ബൈ ബൈ, നമുക്ക് നാളെ കാണാം.